നാൽപ്പത്തിയൊന്നാമത് സംസ്ഥാന കായികമേളയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് 4 സ്വർണം 5 വെള്ളി 3 വെങ്കലം ഉൾപ്പെടെ ആകെ 12 മെഡലുകളും 38 പോയിന്റുകളും നേടി സംസ്ഥാനതലത്തിൽ 6ാം സ്ഥാനം കരസ്ഥമാക്കിയ കൃഷ്ണപുരം ടെക്നിക്കൽ ഹൈസ്കൂളിലെ കായിക താരങ്ങളെ സ്കൂൾ അസംബ്ലിയിൽ അനുമോദിച്ചു. സ്കൂൾ സൂപ്രണ്ട് ഷിജു GR ചടങ്ങിൽ അധ്യക്ഷനായി. കൃഷ്ണപുരം ടെക്നിക്കൽ ഹൈസ്കൂളിൽ കായിക താരങ്ങളെ സ്കൂൾ അസംബ്ലിയിൽ അനുമോദിച്ചു. 41ാമത് സംസ്ഥാന കായികമേളയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് 4 സ്വർണം 5 വെള്ളി 3 വെങ്കലം ഉൾപ്പെടെ ആകെ 12 മെഡലുകളും 38 പോയിന്റുകളും നേടി സംസ്ഥാനതലത്തിൽ 6ാം സ്ഥാനം കരസ്ഥമാക്കിയ കൃഷ്ണപുരം ടെക്നിക്കൽ ഹൈസ്കൂളിന്റെ കായിക താരങ്ങളെയാണ് അനുമോദിച്ചത്. സ്കൂൾ സൂപ്രണ്ട് ഷിജു GR അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കായംകുളം നഗരസഭാ കൗൺസിലർ CS ഭാഷ മുഖ്യാതിഥിയായി. എല്ലാവർക്കും ഒരു തന്റെ ഇടം ഉണ്ടാകണം, പഠിക്കുന്നതിൽ തന്റെ ഇടം ഉണ്ടാകണം, നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നതിൽ തന്റെ ഇടം ഉണ്ടാകണം. നമ്മൾ കായികമായി നോക്കുമ്പോൾ ഇന്ന് ഒരുപാട് സുവർണ അവസരങ്ങളാണ് നിങ്ങൾക്കുള്ളത്. ആ സുവർണ അവസരങ്ങൾ കായിക രംഗത്ത് പ്രയോജനപ്പെടുത്താൻ നിങ്ങൾക്കൊരു മാർഗദർശിയെ കിട്ടിയിട്ടുണ്ട്. സൂപ്രണ്ടും സ്വാഗത പ്രസംഗം പറഞ്ഞ ആളും ഒക്കെ പറഞ്ഞിട്ട് എന്തോ പറഞ്ഞു. ഇന്നലെ എന്നോട് വൈശാഖ പറഞ്ഞായിരുന്നു, ഞങ്ങളുടെ കായികാധ്യാപകൻ ഒരു നല്ല മിടുക്കനാണ്, അദ്ദേഹത്തിൻ്റെ കൂടി കഴിവാണ് ഇതെല്ലാം കിട്ടിയതെന്നൊക്കെ എന്നോട് സൂചിപ്പിച്ചു ഇന്നലെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങളിലൊരു പ്ലസ് ഉണ്ട്, നിങ്ങളിൽ എല്ലാവരിലും ഒരു പ്ലസ് ഉണ്ട്. ആ പ്ലസ് മൈനസ് ആകരുത്, ആ പ്ലസ് മൈനസ് ആകരുത്. മൈനസ് ആകുമ്പോഴാണ് നമ്മൾ മൊബൈലിൻ്റെ പുറകെയും നമ്മൾ മയക്കുമരുന്നിൻ്റെ പുറകെയും മദ്യത്തിൻ്റെ പുറകെയും ഒക്കെ പോകുന്നത്. ആ പ്ലസ് മൈനസ് ആകുമ്പോഴാണ്. നമ്മൾ എപ്പോഴാണ് പ്ലസ് ആകുന്നേ? നമ്മൾ ഒരു കാര്യത്തിൽ പരന്ന വായനയും ആഴത്തിലുള്ള ചിന്തയും ഉണ്ടാകുമ്പോൾ പ്ലസ് ആകും. പരന്ന വായന എന്ന് പറയുന്നത് ഒരു വരയാണ്, ആഴത്തിലുള്ള ചിന്ത എന്ന് പറയുന്നത് അതിൻ്റെ കീഴോട്ടുള്ള കുരിശു പോലെ വരയ്ക്കുന്നതാണ്. അപ്പോൾ ആ വര വീഴുമ്പോഴാണ് പ്ലസ് ആകുന്നത്. ആ പ്ലസ് ആകുന്നത് വിദ്യാഭ്യാസത്തിലും സാമൂഹ്യ സേവനത്തിലും അവനവൻ്റെ ജീവിതക്രമത്തിലും പരിചയപ്പെടുത്താനും അത് രൂപപ്പെടുത്താനും നമുക്ക് കഴിഞ്ഞാൽ നമുക്കും നമ്മുടെ കുടുംബത്തിനും ധന്യതയുണ്ടാകും. നമ്മൾ ഈ നേട്ടം അടുത്ത വർഷങ്ങളിലും തുടരുവാണെങ്കിൽ നേരത്തെ രാജീവ് സാറ് പറഞ്ഞതുപോലെ നമുക്ക് ആദ്യത്തെ ഏതെങ്കിലുമൊക്കെ സ്ഥാനങ്ങളിൽ എത്തിപ്പെടാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ സ്കൂൾ ഗ്രൗണ്ടിൻ്റെ പണി ഏകദേശം പൂർത്തിയായി വരികയാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പണി പൂർത്തിയാകുന്ന മുറയ്ക്ക് നമുക്ക് കൂടുതൽ മെച്ചപ്പെട്ട പരിശീലനവും ആധുനിക സാങ്കേതിക തികവോടുകൂടിയുള്ള പരിശീലനങ്ങളും നൽകുക വഴി കൂടുതൽ ഉയർന്ന തലത്തിലേക്ക് നമുക്ക് മെഡൽ പ്രതീക്ഷയിൽ ഉയർത്തിയെടുക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ഈ വിദ്യാർത്ഥികൾ നേടിയ ഈ വിജയം ഏറെ അഭിനന്ദനാർഹം തന്നെയാണ്. എഞ്ചിനീയറിംഗ് ഇൻസ്പെക്ടർ രാജീവ് സ്വാഗതം പറഞ്ഞു. സംസ്ഥാന കായികമേളയിൽ ജൂനിയർ ബോയ്സ് ഹൈജമ്പിൽ മീറ്റ് റെക്കോർഡ് സ്ഥാപിച്ചതും ജൂനിയർ ബോയ്സ് ജാവലിൻ ത്രോയിൽ മീറ്റ് റെക്കോർഡ് സ്ഥാപിച്ച് സ്വർണം കരസ്ഥമാക്കിയതുമാണ് കൃഷ്ണപുരം ടെക്നിക്കൽ ഹൈസ്കൂളിന്റെ നേട്ടത്തെ കൂടുതൽ ശ്രദ്ധേയമാക്കിയത്. ചടങ്ങിൽ PTA വൈസ് പ്രസിഡന്റ് റിജു അപ്പുക്കുട്ടൻ, സീനിയർ HSA പ്രശാന്ത് എന്നിവർ സംസാരിച്ചു. സംസ്ഥാന കായികമേളയിൽ വിജയത്തിന് പിന്നിൽ നിർണായക പങ്കുവഹിച്ച കോച്ച് അനിലേഷിനെ സ്കൂൾ സൂപ്രണ്ട് പൊന്നാടയണീച്ച് ആദരിച്ചു. സ്പോർട്സ് ടീം മാനേജർ വിശാഖ് നന്ദി പറഞ്ഞു. CDNet ന്യൂസ്, കൃഷ്ണപുരം.